കുഞ്ഞിന് 6 മാസം ഇനി എങ്ങനെയാണ് കുറുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? കുറുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഭക്ഷണവും കൊടുക്കാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണം കൊടുക്കരുതെന്നുണ്ടോ? എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുവാവയ്ക്ക് 6 മാസം പൂർത്തിയായ ശേഷം മാത്രമേ ഫുഡ് കട്ടിയാഹാരം സ്റ്റാർട്ട് ചെയ്യാവൂ. അതായത് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 180 ഡേയ്സ് കംപ്ലീറ്റഡ് ആയ ശേഷമാണ്. പല വീടുകളിലും 3 മാസത്തിൽ സ്റ്റാർട്ട് ചെയ്താൽ എന്താ കുഴപ്പം? പണ്ട് കൊടുത്തിരുന്നു, 4 മാസത്തിൽ കൊടുക്കട്ടെ, കുഞ്ഞിന് കുറച്ച് തൂക്കം കൂടും, കുഞ്ഞിന് കുറച്ച് തുടിപ്പൊക്കെ വയ്ക്കും, വെയിറ്റ് കൂടും, അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും നേരത്തെ കട്ടിയാഹാരം സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അത് ഒട്ടും നല്ലതല്ല. എന്തുകൊണ്ടാണെന്നാണ് 6 മാസം വരെ കുഞ്ഞിന് അമ്മയുടെ പാല് മാത്രം മതിയാവും. ആവശ്യമെങ്കിൽ ഫോമുല കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ഈ 6 മാസ കാലയളവിൽ നേരത്തെ നമ്മൾ 6 മാസത്തെ താഴെ പ്രായത്തിൽ അലർജൻസ്, അതായത് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ ഏർലി എക്സ്പോഷർ ടു അലർജൻസ് വരികയാണ്. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുമായിട്ട് കുഞ്ഞ് നേരത്തെ എക്സ്പോസ്ഡ് ആകുമ്പോൾ കുഞ്ഞിന് ഭാവിയിൽ അലർജിയും ആസ്മയും ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പല പഠനങ്ങളും പറയുന്നത് 6 മാസം എന്ന് പറയുന്നതാണ് ഏറ്റവും ഐഡിയൽ പീരീഡ്. കാരണം കുഞ്ഞിൻ്റെ തല ഉറയ്ക്കുന്നു, കുഞ്ഞിന് നമ്മുടെ കട്ടിയാഹാരം ദഹിക്കാനുള്ള സാഹചര്യം, അതായത് വയറിലെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് മെച്ചുവർ ആവുന്നു, പല്ല് വരുന്നു, തല ഉറയ്ക്കുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഐഡിയൽ സമയം എന്ന് പറഞ്ഞാൽ 6 മാസമാണ്. അപ്പോൾ ഈ സമയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 6 to 8 മന്ത്സിൽ 2 മുതൽ 3 തവണ വരെയാണ് കട്ടിയാഹാരം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓർക്കുക, 2 മുതൽ 3 തവണ വരെ. അപ്പോൾ ഈ 3 തവണ കൊടുക്കുമ്പോൾ രാവിലെ തന്നെ തുടങ്ങുമ്പോൾ ആദ്യം ലിക്വിഡ് ഫോമിലായിരിക്കണം. നമുക്ക് സ്പൂണിൽ കോരിയെടുത്താൽ അത് നമുക്ക് ഇങ്ങനെ ഉതിർന്ന് വരുന്ന രീതിയിലായിരിക്കണം. അതിനുശേഷം സാവകാശം കൂട്ടി കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. ഇനി 8 മാസം ശേഷം 9 മുതൽ 12 വരെയാണെങ്കിൽ 4 മുതൽ 5 തവണ വരെ കൊടുക്കാം. അതിനുശേഷം 1 വയസ്സിന് ശേഷമാണെങ്കിൽ നമ്മൾ 5 മുതൽ 6 തവണ വരെ, 3 മേജർ മീൽസും 3 മൈനർ മീൽസും. ഇതിൻ്റെ ഇടയ്ക്ക് മുലപ്പാൽ കൊടുക്കുക. അപ്പോൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പം എല്ലാ ഭക്ഷണവും 6 മാസം ആകുമ്പോൾ കൊടുക്കാം. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ തീർച്ചയായിട്ടും കൊടുക്കണം. എന്തുകൊണ്ടാണ്? നേരത്തെ തന്നെ പശുമ്പാൽ, മുട്ട, ചിക്കൻ, നട്ട്സ്, അതുപോലെ തന്നെ മത്സ്യവർഗ്ഗങ്ങൾ എല്ലാം തന്നെ 6 മാസമാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഏർലി എക്സ്പോഷർ ടു അലർജൻസ് അറ്റ് 6 മന്ത്സ്, അതായത് 6 മാസ കാലയളവിൽ നമ്മൾ 6 മാസം പൂർത്തിയായ ശേഷം നമ്മൾ ഈ അലർജി ഉണ്ടാക്കുന്ന ഫുഡ്സ് സെൻസിറ്റൈസ് ചെയ്യുക, ഫുഡിന് കുഞ്ഞിന് പൊരുത്തപ്പെടുത്തുക. കുറച്ചളവിൽ ഒരു തുള്ളി പശുമ്പാലെടുത്ത് കുഞ്ഞിൻ്റെ ചുണ്ടിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഫുഡ് സെൻസിറ്റൈസ്ഡ് ആവും. ആ ഫുഡ് സെൻസിറ്റൈസേഷൻ ആഴ്ച 2 തവണ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ പതുക്കെ കുട്ടി 1 വയസ്സാകുമ്പോൾ ഈ ഒരു ഫുഡുമായിട്ട് പൊരുത്തപ്പെടുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷേ ഓർക്കുക, പശുമ്പാൽ കുടിക്കാൻ കൊടുക്കേണ്ടത് 1 വയസ്സിൽ മാത്രം. അമിത അളവിൽ പശുമ്പാൽ നേരത്തെ തുടങ്ങുന്നത് ഒട്ടും നല്ലതല്ല. ഫുഡ് സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഓഫ് പശുമ്പാൽ മാത്രമാണ്. നട്ട്സ്, ചിക്കൻ, മുട്ട, ഫിഷ് എല്ലാം തന്നെ കുറച്ചളവിൽ 6 മാസമാകുമ്പോൾ നമുക്ക് ആഴ്ച 2 തവണ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റ് ഫുഡ് ഐറ്റംസ്, ഓരോ ഫുഡും 3 ദിവസം എങ്കിലും നോക്കി അലർജി ഇല്ലാന്ന് ഉറപ്പ് വരുത്തി മാത്രമേ മറ്റ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാവൂ. ഈ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക.